കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയാണ് അപകടമുണ്ടായത്. 20 മീറ്ററോളം ദൂരത്ത് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ വീണു. ലോറിയിൽ അമിതഭാരം കയറ്റിയതാണ് അപകട കാരണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. കരുനാഗപ്പള്ളി തഴവ റോഡിലൂടെ പോയ തടിലോറി തട്ടി കേബിൾ പൊട്ടി വീണു. ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുന്നിലിരുന്ന സന്ധ്യയുടെ സ്കൂട്ടറിന് മുകളിലേക്കാണ് കേബിൾ വീണത്. 20 മീറ്റർ ദൂരത്തേക്ക് സന്ധ്യയെയും സ്കൂട്ടറിനെയും കേബിൾ വലിച്ചു കൊണ്ടുപോയി. ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ ദേഹത്ത് വീണു. കേബിൾ പൊട്ടിയതും അപകടമുണ്ടായതും ലോറി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. മുന്നോട്ട് പോയ ലോറി പിന്നീട് നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. തോളലിന് പരിക്കേറ്റ സന്ധ്യയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 24 കൊല്ലം. സംഭവ സ്ഥലത്ത് മാറാനുണ്ടായിരുന്നു. അരുൺ, കാണുമ്പോൾ തന്നെ ഉൾക്കിടിലം ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. ആയുസിന്റെ ബലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രത്തോളം വലിയ അപകടം അവിടെ ഉണ്ടായി. ആരോഗ്യസ്ഥിതി, ഈ വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ് അരുൺ? ഹഷ്മി, അമിതമായി ലോഡ് കയറ്റി വന്ന ലോറിയുടെ മുകളിലേക്ക് ഈ കേബിൾ കുരുങ്ങുകയായിരുന്നു. തുടർന്ന് ഈ കേബിൾ പൊട്ടിയാണ് ഈ സമീപത്ത് ഈ ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുമ്പിലിരുന്ന സന്ധ്യയുടെ ദേഹത്തേക്ക് കേബിൾ വീഴുന്നത്. തുടർന്ന് ഈ കേബിൾ വാഹനത്തിൽ സന്ധ്യ ഇരുന്ന സ്കൂട്ടറിൽ കുരുങ്ങുകയും ഈ സ്കൂട്ടർ ഉൾപ്പെടെ ഈ വാഹനം വലിച്ച് 20 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒടുവിൽ ഈ സ്കൂട്ടർ തെറിച്ച് സന്ധ്യയുടെ ദേഹത്ത് വീണാണ് സന്ധ്യയ്ക്ക് തോളലിനടക്കം പരിക്കേറ്റത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ് പോലീസുമായി. അതിൽ പ്രധാനമായി അവർ ആരോപിക്കുന്ന പ്രശ്നം, ഇന്നലെ ഇതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ലോറിയുടെ ഉടമ ഇവിടെ എത്തുകയും നാട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി പാസ് ചെയ്ത് പോവുകയായിരുന്നു. പാസ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഒരു സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ച ലൈൻ പൊട്ടുന്ന എന്തോ സൗണ്ടാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ആ ലൈൻ വലിച്ചുകൊണ്ട് തന്നെ വന്നിട്ട് ആ ചീച്ചി താണ്ട ഈ സംഭവ സ്ഥലത്തായിരുന്നു നിന്നത്. അവിടെ നിന്ന് ആ വണ്ടിക്കകത്ത് കയറി കുരുങ്ങി അവിടെ നിന്ന് പൊങ്ങി അടിച്ച് വീഴുകയായിരുന്നു സംഭവം. എന്നിട്ട് ആ ലോറി നിർത്താതെ അപ്പുറത്തെ ജംഗ്ഷനിലാണ് കൊണ്ട് നിർത്തിയത്. എന്ന് പറഞ്ഞാൽ പുറേ വന്ന വണ്ടിക്കാർ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ മുന്നിൽ കയറി നിർത്തിയപ്പോഴാണ് അവൻ വണ്ടി നിർത്തുന്നത്. അയാൾ പറയുന്നത് ഞാൻ കണ്ടില്ലെന്നാണ്. ഇടത്തെ സൈഡിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത്. എന്നിട്ടും അവൻ കണ്ടില്ലെന്ന്. അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിയിട്ടാണ് ആ വണ്ടി വന്നത്. അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി, അതിനകത്ത് പ്രോപ്പറായിട്ടല്ലായിരുന്നു തടി പോലും കിട്ടിയത്. ആ CCTV ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു. ഓണർ പോലും വണ്ടിയുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത്. ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ DYSP വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓൾ കേരള മറ്റേ ലോറിയുടെ പ്രസിഡൻ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. ചെന്ന് ഈ തടയാൻ ശ്രമിച്ച നിങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുകയായിരുന്നു പുള്ളി ചെയ്തത്. പിന്നീട് ഈ സന്ധ്യയ്ക്ക് അപകടം പറ്റി അറിഞ്ഞപ്പോൾ ഇവിടേക്ക് എത്തുക പോലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ഇതുവരെ സംഭവ സ്ഥലത്ത് അവരെ ആ ചീച്ചയുടെ മോൻ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. അവരെ ആരെ വിളിക്കുകയായിട്ട് ഹോസ്പിറ്റലൊന്നും ചെല്ലുകയായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിനെ നിങ്ങൾ അറിയിച്ച സമയത്ത് പോലീസിന്റെ സമീപനം? പോലീസിനെ ഇന്നലെ അറിയിച്ചു. പോലീസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അവിടുന്ന് സംഭവ സ്ഥലത്തൊക്കെ വന്നു നോക്കിയിട്ട് പോലീസുകാരങ്ങ് പോയി. അവിടുന്ന് എന്തോ പിന്നാണ് CCTV ക്യാമറ റെക്കോർഡും ഞങ്ങളുടെ കടയുടെ ആദ്യത്തെ ക്യാമറ അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം സംഭവം അറിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് എല്ലാവരും അറിയുന്നത്. കാരണം അല്ലേ അവർ വിചാരിച്ചു എന്തോ ലൈൻ കമ്പി പൊട്ടിയിട്ട് വാഹനം തിരിച്ചുവിടാൻ ആവശ്യം. അത് നമുക്കറിയില്ല. അത് ആ പുള്ളിയാണ് പറയുന്നത്. പോലീസുകാരെ വിളിച്ചു, പോലീസുകാർ പറഞ്ഞു പോകാനെന്ന് ആ പുള്ളിയാണ് പറയുന്നത്. പോലീസുകാർ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു, പോലീസുകാർ പിന്നായിരുന്നു വന്നത്. ഹഷ്മി, ഇതാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്ന വിഷയങ്ങളിലൊന്നും ഇത് തന്നെയാണ്. കാരണം പോലീസിനെ അടക്കം വിളിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. പിന്നീട് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്കടക്കം പോയത് എന്നുള്ളതാണ്. ഈ ഉടമ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. കാരണം അമിതമായി ലോഡ് കയറ്റി വന്ന ലോറിയാണ്. അതിനുശേഷം നാട്ടുകാർ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ നാട്ടുകാരെ ഭീഷണിപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ തങ്ങൾ വിളിച്ചുകൊള്ളാം എന്തായിരുന്നു അവരുടെ വാദം എന്നുള്ളതാണ് പറയുന്നത്.
ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസുമായി ഇവർ ഒരു വാക്കുതർക്കത്തിലടക്കം ഏർപ്പെടുകയാണ്. കാരണം ഈ ഉടമയ്ക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ഇത്രയധികം ഒരു പ്രശ്നം നാട്ടിലുണ്ടായിട്ട് ഉടമ ഈ രീതിയിലാണ് ഇടപെട്ടതെങ്കിൽ ആ ഉടമ ഈ കൃത്യമായി കാര്യങ്ങൾ കണ്ടു, എന്നിട്ട് ഉടമ ഈ കാര്യങ്ങൾ കണ്ടിട്ടും ഈ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതികളിൽ ഒന്ന്. എന്തായാലും വിഷയത്തിൽ പോലീസ് ഇപ്പോൾ നടപടിയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. വാഹനം പിടിച്ചടക്കുന്ന നടപടിയിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. നിലവിൽ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഹാഷ്മി.